ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കുക്കിംഗ് വീഡിയോ അല്ല ഗാർഡനിങ് വീഡിയോ ആണ്. അപ്പൊ ഞാൻ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് കുറച്ച് വിത്തുകൾ സീഡ് ട്രേയിൽ ഇടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിനായിട്ടുള്ള മണ്ണൊക്കെ ഒരുക്കുകയാണ്. അപ്പൊ ഇത് കൊക്കോപീറ്റും കുറച്ച് മണ്ണും പിന്നെ വെർമി കമ്പോസ്റ്റും പിന്നെ കുറച്ച് സൂഡോമോണസും. ഇപ്പൊ ചെടികൾ വളർത്തുന്നവർക്കൊക്കെ അറിയാം സൂഡോമോണസിന്റെ ഉപയോഗം. വിത്തുകൾ നല്ല കരുത്തോടെ വളർന്നു വരാനാണ് നമ്മൾ ഈ സൂഡോമോണസ് ഉപയോഗിക്കുന്നത്. സൂഡോമോണസ് ലായനി അല്ലെങ്കിൽ സൂഡോമോണസ് ഇതുപോലെ മണ്ണിൽ നമ്മൾ പൗഡറായിട്ട് പിന്നെ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കുവാണെങ്കിൽ വിത്തുകൾ നല്ല കരുത്തോടെ വളർന്നു വരും. അങ്ങനെ സീഡ് ട്രേയിൽ എല്ലാം നല്ല സെറ്റാക്കി വെച്ച് ഞാൻ ഇനി ഒന്ന് വെള്ളം തെളിച്ചു കൊടുക്കാം. എന്നതിന് ശേഷം നമുക്ക് വിത്തുകൾ പാകാം. അങ്ങനെ കാബേജിന്റെ വിത്ത്, പയറിന്റെ വിത്ത്, അങ്ങനെ കുറച്ച് വിത്തുകൾ ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ട്. നമ്മൾ സീസൺ അനുസരിച്ച് നമ്മൾ ചെടികൾ വളർത്തുവാണെങ്കിൽ നമ്മൾക്ക് കൂടുതൽ കായ്ഫലം ഉണ്ടാകും. പിന്നെ കാബേജ് ഒക്കെ ഇപ്പം സീസൺ ആണല്ലോ, അപ്പൊ കാബേജിന്റെ വിത്ത് വാങ്ങിയിട്ട് ഞാൻ ഇടുന്നുണ്ട് ഇതില്. പിന്നെ പയറ്, വെണ്ട അതൊക്കെ എപ്പോഴും നമുക്ക് ഇടാൻ പറ്റുന്നതാണ്. ഈ കാബേജ്, കോളിഫ്ലവർ, ബ്രൊക്കോളി, ക്യാരറ്റ് അതൊക്കെ പിന്നെ ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി അങ്ങനെ ഒരു 4 മാസം അങ്ങനെ ഇടുവാണെങ്കിൽ നമുക്ക് നല്ല കായ്ഫലം ഉണ്ടാകും. ഇതുപോലത്തെ സീഡ് ട്രേ ഒക്കെ വാങ്ങുവാണെങ്കിൽ ഒറ്റയടിക്ക് നമുക്ക് കുറെ വിത്തുകൾ ഇതിലിടാമല്ലോ. പക്ഷെ കാബേജിന്റെ വിത്തിട്ടിട്ട് എല്ലാം ഒന്നും എനിക്ക് കിളുത്തില്ല. ഒരു 3-4 മാത്രമേ കിളുത്തിട്ടുള്ളൂ. അങ്ങനെ എല്ലാ വിത്തും ഞാൻ ഇതിലോട്ടേക്ക് ഇടുന്നുണ്ട്. വെണ്ട, പയർ ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇത് ബീൻസിന്റെ വിത്താണ്. ഇതും കൂടി ഇതിലോട്ടേക്ക് ഇടാം. ഇത് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ബീൻസ് ആണ്. അപ്പൊ ഞാൻ ഇത് വിത്തിനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതും കൂടി നമുക്ക് ഇപ്പോ ഇട്ട് കൊടുക്കാം ഈ ട്രേയിലോട്ടേക്ക്. അങ്ങനെ വിത്തിട്ടിട്ട് ഞാൻ എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി വെള്ളം കൂടി തെളിച്ചു കൊടുക്കണം. അതും കൂടി തെളിച്ചു കൊടുത്തു. പിന്നെ ഒരു കോട്ടൺ ക്ലോത്തിനെ കൊണ്ട് ഇത് ക്ലോസ് ചെയ്തിട്ട് അതിന്റെ മേലെയും കൂടിയും വെള്ളം തെളിച്ചു കൊടുക്കുക. അങ്ങനെ ചെയ്യുന്നത് വിത്തുകൾ വേഗം കിളുത്ത് വരാനാണ്. പിന്നെ ഒരു 4 ദിവസം കഴിഞ്ഞ് നമുക്ക് നോക്കാം. ഇനി ബാക്കിയുള്ള കുറച്ച് അല്ലറ ചില്ലറ ജോലികൾ ഉണ്ടായിരുന്നു. അത് ചെറി ടൊമാറ്റോ അത് പറിക്കാനുണ്ടായിരുന്നു. കുറച്ച് പച്ചത്തക്കാളി ഉണ്ടായിരുന്നു, അത് ഞാൻ പറിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് തോരനോ അല്ലെ കറിയോ ഉണ്ടാക്കാലോ. ഞാൻ വേറൊരു ഗ്രോ ബാഗിൽ ഇതുപോലെ മണ്ണ്, കൊക്കോപീറ്റ്, പിന്നെ വെർമി കമ്പോസ്റ്റ് അതൊക്കെ മിക്സ് ചെയ്തിട്ട് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലോട്ടേക്ക് ഞാൻ പച്ചമുളക് തൈയും കൂടി കുറച്ച് നട്ടു. ഇനി തക്കാളി തൈ അതും കൂടി ഇതിലോട്ടേക്ക് മാറ്റി നടുന്നുണ്ട്. ഇതും അതേപോലെ തന്നെ വെർമി കമ്പോസ്റ്റ്, കൊക്കോപീറ്റ്, മണ്ണ് കൂടി മിക്സ് ചെയ്തതാണ്. അപ്പൊ അതും ഞാൻ നട്ടു കൊടുത്തിട്ടുണ്ട്. കുറച്ച് അല്ലറ ചില്ലറ പണികളാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. പിന്നെ കുറച്ച് പച്ചമുളകൊക്കെ ഉണ്ടായിരുന്നു, അതും ഞാൻ പറിച്ചെടുത്തു. കുറച്ചൊന്നല്ല, ഒരുപാട് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ തൈയൊക്കെ ഒന്ന് മുരടിച്ചു പോയ പോലെയുണ്ട്. ഇനി ഇതിനൊക്കെ ശരിപ്പെടുത്തി എടുക്കണം. ഇതാ കണ്ടില്ലേ, ഇലയൊക്കെ ഇങ്ങനെ ചുരുണ്ടിരിക്കുന്നത്. ഇനി ഇതിനെയൊക്കെ ശരിപ്പെടുത്തി എടുക്കണം. ഇത് ശരിപ്പെടുത്തി എടുത്ത് നല്ല രീതിയിലുള്ള വളപ്രയോഗ രീതിയും മറ്റുള്ള കാര്യങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. കണ്ടില്ലേ മുരടിച്ചിരിക്കുന്നത്. ഇതെല്ലാം ഇനി ട്രിം ചെയ്ത് നല്ല പോലെ വളവും ഒക്കെ കൊടുത്തിട്ട് വേണം ഇതിനെ ഉഷാറാക്കി എടുക്കണം.
ഇനി അടുത്തത് ഈ വാളരി പയറിന്റെ വീഡിയോ ഞാൻ ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട്. മാറ്റി നടുന്ന രീതിയും വളപ്രയോഗ രീതിയും ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ലോങ് വീഡിയോ ആയിട്ട്. എല്ലാവരും കാണുക. കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് കൊടുത്തേക്കാം. മാറ്റി നട്ടതിന് ശേഷമുള്ളതാണ്. ഈ കാണുന്നത് നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. എപ്പോഴും ചെറിയ പോട്ടിലോ ഗ്രോ ബാഗിലോ നടാതെ കുറച്ച് വലിയ പോട്ടിലോ ഗ്രോ ബാഗിലോ നടുവാണെങ്കിൽ ചെടികൾ വേഗം വളർന്നു വരും. അതിന് പൂവും കായും എല്ലാം പിടിച്ചു വന്നിട്ടുണ്ട്. പന്തലിലോട്ടേക്കും കയറി. അപ്പൊ അത് നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് ചീര വിത്തൊക്കെ പാകിയതൊക്കെ ഇങ്ങനെ കിളുത്ത് വരുന്നുണ്ട്. പയറ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ എന്റെ ചെടികളൊക്കെ പോയിണ്ടായിരുന്നു. ഇപ്പോഴാണ് ഞാൻ ഓരോന്നിനും ഉഷാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോന്നിന്റെയും വീഡിയോ വയ്യാലെ വരുന്നുണ്ടായിരിക്കുവേ. ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ അരി കഴുകിയ വെള്ളം. ഈ അരി കഴുകിയ വെള്ളം ഇങ്ങനെ വേസ്റ്റ് ആക്കി കളയരുത്. അത് നമുക്ക് ചെടികൾക്ക് പ്രയോജനപ്പെടുത്താം. അതിലോട്ടേക്ക് നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കാം. ഇത് അരി കഴുകിയ വെള്ളം, പരിപ്പ് കഴുകിയ വെള്ളം ആണ്. ഇത് നമുക്ക് എല്ലാ ചെടികൾക്കും ഇത് ഉപയോഗിക്കാം, ഒഴിച്ചു കൊടുക്കാം. നാരങ്ങ നീര് നമ്മൾക്ക് കരിവേപ്പില ചെടിക്ക് ഒഴിച്ചു കൊടുക്കാം. കരിവേപ്പില ചെടിക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല ഉഷാറിൽ വരും. നമ്മളും ദാഹത്തിനും ഒരു ഉന്മേഷത്തിനൊക്കെ കുടിക്കുന്നതല്ലേ ചെറുനാരങ്ങയുടെ ജ്യൂസ്, വെള്ളമൊക്കെ. അപ്പോൾ അതുപോലെ തന്നെയാണ് കരിവേപ്പിലയ്ക്കും. എന്നിട്ട് ഇനി ഈ വെള്ളം ഇതിനൊന്ന് തെളിച്ചു കൊടുക്കാം. കരിവേപ്പിലയൊക്കെ ഒരു മാതിരി ഒരു ഇതായിട്ടുണ്ട്. ഇനി ഇതിനെയൊക്കെ ട്രിം ചെയ്തിട്ട് നിർത്തണം. തെളിച്ചു കൊടുക്കാം. ഇതിൽ കാണുന്നില്ലേ ഒത്തിരി കരിവേപ്പില ചെടി വന്നിട്ട് കണ്ടോ? എന്താ നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ ഈ എന്താ പറയുക, വേരിലൂടെ ഇത് കിളുത്ത് വന്നതാണ്. അപ്പോൾ ഈ ബാക്കിയുള്ള വെള്ളം ഈ കരിവേപ്പിലേക്കും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ചേർക്കട്ടെ. ഇനി ഇത് നമുക്ക് മുളക് തൈക്കൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഇതിലൊക്കെ ചെറിയ ചീര ഇങ്ങനെ കിളുത്ത് വന്നിട്ടുണ്ടില്ലേ? ഇതിലൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഈ ബോട്ടിൽ ഞാൻ ഇട്ടിട്ട് അതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ടേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതങ്ങ് അഴുകിയിട്ട് വളമായി മാറിക്കോളും ചെടികൾക്ക്. ഇനി ഇത് ചെറിയ തക്കാളി തൈ, അതിനൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഉഷാറിൽ വരും. ഇതിനൊക്കെ ഒഴിച്ചു കൊടുക്കാം. ചെറിയ ചീര വരുന്നുണ്ട് അതിലെല്ലാം. ഇനി പക്ഷി കൊത്തുന്നുണ്ടോ സംശയം ഉണ്ടടാ. വഴുതനങ്ങ തയ്യായിരുന്നത് അല്ല, നല്ല ചീര തൈ, നല്ല ചുവന്ന. എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ എന്ന് തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കോൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് യഥാസമയം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത നല്ല ഗാർഡനിങ് ടിപ്പുമായി കാണാം. ബൈ. മതി.